നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. യുവതികളുടെ അക്കൗണ്ടിൽ 66 ലക്ഷം രൂപ എത്തിയതായി കണ്ടെത്തൽ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ജീവനക്കാരികളായ 3 പേരുടെയും അക്കൗണ്ടുകളിലായി 66 ലക്ഷം രൂപ എത്തിയത്. യുവതികളോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി. യുവതികൾ ഒളിവിൽ പോയതായാണ് സൂചന. ജീവനക്കാരായ 3 യുവതികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. 3 യുവതികളുടെയും അക്കൗണ്ടുകളിലായി 66 ലക്ഷം രൂപ എത്തിയതായിട്ടാണ് പോലീസിന് വിവരം. ഓരോരുത്തരുടെയും വ്യക്തിപരമായ അക്കൗണ്ടുകളിലാണ് തുക എത്തിയത്. അക്കൗണ്ടുകളിൽ എത്തിയ തുക എത്രയെന്നതിന് നിലവിൽ സ്ഥിരീകരണമില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ സോർട്ട് ഔട്ട് ചെയ്ത് പരിശോധിക്കാൻ ഒരുക്കുകയാണ് പോലീസ്. QR കോഡ് വഴിയുള്ള പണം എത്തിയത് എത്രയെന്നും മറ്റ് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് തുക എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുക. തുടർന്നാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. 1/7/2024 മുതൽ 31/5/2025 വരെയുള്ള കാലയളവിൽ തട്ടിപ്പ് നടന്നതായി സൂചിപ്പിച്ചാണ് കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും പരാതി നൽകിയത്. പരാതിയിൽ പറയുന്നതിന് സമാനമായി ഈ കാലയളവിൽ തന്നെയാണ് യുവതിയുടെ അക്കൗണ്ടിലും പണമെത്തിയത്. കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് പെൺകുട്ടികളെ ചോദ്യം ചെയ്യും. അതേസമയം പെൺകുട്ടികൾ ഒളിവിൽ പോയതായിട്ടാണ് വിവരം. 2 ദിവസം പോലീസ് യുവതികളുടെ വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.